ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു റോസ് ഫ്ലവറിൻ്റെ ബുക്ക് മാർക്ക് ചെയ്യാം. എളുപ്പമാണ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ബുക്ക്, ഡയറി അത് അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഏതെങ്കിലും ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഒന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനൊരു അത്ര തിക്കില്ലാത്ത ഒരു യാൺ എടുത്തിട്ടുണ്ട്. പിന്നെ 2.5 mm സൈസുള്ള ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. കട്ടില്ലാത്ത യാണായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എടുത്തത്. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഒരു 21 ചെയിൻ സ്റ്റിച്ച് ഇടുക. നമുക്ക് എത്ര വേണമെങ്കിലും ഫ്ലവറിൻ്റെ വലുപ്പം കൂട്ടണമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചെയിൻ ഇടാം കേട്ടോ. ഇനി 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തേലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് സെയിം സ്റ്റിച്ച് തന്നെ സെയിം ഗ്യാപ്പിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും കൂടെ ചെയ്യാം. ടോട്ടൽ 3 എണ്ണം. അതേ ഗ്യാപ്പിൽ തന്നെ 2 എണ്ണം കൂടെ ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി ഒരു അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത ചെയിനിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആ ഗ്യാപ്പിൽ തന്നെ വീണ്ടും 3 എണ്ണം ചെയ്യാം. 3 എണ്ണോ 4 എണ്ണോ നമുക്ക് വലിപ്പം കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്റ്റിച്ചിൻ്റെ എണ്ണം കൂട്ടാം. ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണമാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നേരത്തെ പോലെ തന്നെ അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. പിന്നെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തയിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഇപ്പോൾ അത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് പിടിക്കുക. എന്നിട്ട് ഒരു 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. 1 2. ഇനി ഇതിൽ വരുന്ന ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ സ്റ്റിച്ചുകൾ അതിലൂടെയാണ് ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്റ്റിച്ച് ഉണ്ടല്ലോ, അതായത് അതിലേക്ക് 2 സ്റ്റിച്ച് ചെയ്യാം. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഒന്നിൽ തന്നെ 2 എണ്ണം ചെയ്യാം. ഇനി അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് ആ താഴ്ന്ന് കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി വീണ്ടും 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് വീണ്ടും നേരത്തെ പോലെ തന്നെ ഫസ്റ്റത്തെ സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അടുത്തതിലേക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ഓരോ പെറ്റലായിട്ട് വരും. അങ്ങനെ ഇത് ലാസ്റ്റ് വരെ ചെയ്യാം. അപ്പോൾ അത് ലാസ്റ്റ് വരെ ചെയ്തു. ഇനി ഈ യാണ് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആദ്യം തുടങ്ങി വെച്ച ആ ഭാഗത്തുള്ള ബാക്കിയായി നിൽക്കുന്ന യാണുണ്ടല്ലോ, അത് ഒരു സൂചിയിൽ കോർത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ
ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കാണാത്ത രീതിയിൽ ഉള്ളിലോട്ട് എടുക്കണം. എന്നിട്ട് അവിടെ കട്ട് ചെയ്യാം. ഇനി ഈ അറ്റത്തുള്ളത് സൂചി കോർത്തിട്ട് ആ ഭാഗത്തും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യുക. ചുറ്റി ചുറ്റി കൊടുത്തിട്ട് കണ്ടോ, പുറകിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അത് കംപ്ലീറ്റായി. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്ത് അടിഭാഗത്തേക്ക് ലീഫ് വേണം. അപ്പം അത് നമുക്ക് ചെയ്യാം. അതിന് ഗ്രീൻ യാൺ എടുത്തിട്ട് മാജിക് റിങ് ചെയ്യാം. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് മാജിക് റിങ് ചെയ്യാം. ഇതൊക്കെ ഞാൻ സ്പീഡിൽ കാണിക്കുന്നത്. ഇത് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. മാജിക് റിങ് ചെയ്തിട്ട് ഒരു 4 ചെയിൻ സ്റ്റിച്ച് ഇടണം. ആദ്യം ചെയിൻ റിങ് അത് ക്ലോസ് ചെയ്യുക, റൗണ്ട് ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ടൊരു 4 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇത് ചെറിയ ഫ്ലവർ ആയതുകൊണ്ട് 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇത്രയല്ലേ വേണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഹുക്കിൻ്റെ തൊട്ടടുത്തുള്ള ചെയിൻ സ്കിപ്പ് ചെയ്ത് അടുത്തയിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. അടുത്ത ചെയിനിലേക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. കഴിഞ്ഞത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിലെ അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി വീണ്ടും 4 ചെയിൻ ഇടുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഹുക്കിൻ്റെ തൊട്ടടുത്തുള്ള ചെയിൻ സ്കിപ്പ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ളതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ആ റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി കട്ട് ചെയ്തിട്ട് അതിലൊരു സൂചി കോർത്തിട്ട് അതിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. സെൻറ്ററിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ സ്ട്രോബെറിയിൽ ചെയ്ത പോലെ തന്നെ ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് വെച്ചിട്ട് അതിന് ഓരോ ലീഫിൻ്റെ ഉള്ളിലൂടെയും സൂചി കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്യാം. ഇത് ഞാൻ സ്ട്രോബെറിയിൽ ക്ലിയറായിട്ട് കാണിച്ചതുകൊണ്ടാണ് ഇതിൽ സ്പീഡിൽ. ഇപ്പോൾ എല്ലാ ലീഫിൻ്റെ ഉള്ളിലൂടെയും കൊണ്ടുപോയി ഇനി അത് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അവിടെ ഒരു നോട്ട് ഇടണം. നോട്ടിട്ടതിൻ്റെ ശേഷം, നോട്ടിട്ടത് ഇതിൽ കാണുന്നില്ല, വീഡിയോ കട്ടായി പോയിട്ടുണ്ട്. നോട്ടിട്ട ശേഷം ഉള്ളിലൂടെ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ലീഫ് താഴെ ഭാഗത്തേക്ക് ഒരു ലീഫ് ചെയ്യണം. അതിനായിട്ട് 9 ചെയിൻ സ്റ്റിച്ച് ഇടണം. 9 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ ആദ്യത്തേത് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തേത് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഹാഫ് അല്ല, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്തത് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതും ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. അടുത്ത ഡബിൾ ക്രോഷ്യ.
അത് കഴിഞ്ഞിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ആ ഒരു ഓർഡറിൽ കേട്ടോ. പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു ലീഫിൻ്റെ ചെറിയൊരു ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇടുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി ഇങ്ങോട്ട് തിരിച്ച് ചെയ്യണം. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ 2 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. രണ്ടും 2 സ്റ്റിച്ചിലാട്ടോ, ഒന്നിലല്ല. അപ്പം ഫസ്റ്റ് ചെയ്ത ടെയിൽ ഭാഗം അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ, അല്ലെങ്കിൽ എന്നാലത് കാണൂല, അതവിടെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഓർഡർ തന്നെ ചെയ്ത് പോയിട്ട് അപ്പോൾ ലാസ്റ്റ് ഇതാ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഒരു ഇപ്പോൾ ലീഫിൻ്റെ ഒരു ഷേപ്പ് വന്നു. ഇനി നമുക്ക് എത്ര ലെങ്ത്ത് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചെയിൻ സ്റ്റിച്ച് ഇട്ട് പോവാം. ഇപ്പോൾ ഇത്രയും ഇട്ടു. ഇനി അത് കട്ട് ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ. കട്ട് ചെയ്യുക, സൂചിയിൽ ആ ഭാഗം കോർത്തിട്ട് അവിടെ അത് ജോയിൻ ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ 2-3 പ്രാവശ്യം കോർത്തിട്ട് പിന്നെ ഒരു നോട്ട് ഇട്ടതിൻ്റെ ശേഷം റോസിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് കട്ട് ചെയ്യാം. അവിടെ ആകുമ്പോൾ കാണൂല കേട്ടോ. ഇപ്പോൾ ദാ ഒരു റെഡി ആയിട്ടുണ്ട്.